നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിൽ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമൈക്രോൺ റിപ്പോർട്ട് ചെയ്തത് ഏറെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഏറെ അപകടകാരിയായ വൈറസ് വായുവിലൂടെയാണ് പകരുന്നത്. അതീവ വ്യാപനശേഷി ഉണ്ടെന്ന് അധികൃതർ കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി ഇസ്രായേൽ രംഗത്ത്. എല്ലാ വിദേശികളുടെയും രാജ്യത്തേക്കുള്ള പ്രവേശനം വിലക്കിയെന്ന് ഇസ്രായേൽ സർക്കാർ ശനിയാഴ്ച അറിയിക്കുകയുണ്ടായി. കൂടുതൽ വ്യാപനശേഷിയുള്ള ഒമൈക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടെ ഒമൈക്രോണിനെ തുടർന്ന് അതിർത്തികൾ പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന ആദ്യത്തെ രാജ്യമായി ഇസ്രായേൽ മാറുകയാണ്. ഒമൈക്രോൺ വ്യാപനം തടയാൻ കൗണ്ടർ ടെററിസം ഫോൺ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരോധനം 14 ദിവസം നീണ്ടു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി കണ്ടെത്തിയതും ലോകാരോഗ്യ സംഘടനയുടെ ആശങ്കയുടെ വകഭേദം എന്ന് വിളിക്കപ്പെട്ടതുമായ ഒമൈക്രോണിനെതിരെ കോവിഡ് വാക്സിനുകൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആ കാലയളവിനുള്ളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിനേഷൻ എടുത്തവർക്ക് ഉൾപ്പെടെ രോഗം പകരുമെന്നതിനാൽ തന്നെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേലികൾ ക്വാറന്റൈൻ ചെയ്യേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ അർദ്ധരാത്രിയോടെയാണ് നിരോധനം നിലവിൽ വരിക. കൂടാതെ മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദേശികൾക്ക് വെള്ളിയാഴ്ച യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഷിൻബെറ്റ് കൗണ്ടർ ടെററിസം ഏജൻസിയുടെ ഫോൺ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ പുതിയ വേരിയന്റിന്റെ വാഹകരെ കണ്ടെത്തുന്നതിനും മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയുന്നതിനായി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. അതേസമയം ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇസ്രായേലിലെ 9.4 ദശലക്ഷം ജനസംഖ്യയുടെ 57% പൂർണ്ണമായും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. പകർച്ചവ്യാധി ആരംഭിച്ചതിനു ശേഷം 1.3 ദശലക്ഷം കോവിഡ് കേസുകളും 8000-ലധികം മരണങ്ങളും ഇസ്രായേൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ ഇതുവരെ ഒമൈക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 7 പേർക്ക് രോഗമുള്ളതായി സംശയിക്കുന്നു. ഇവരിൽ 3 പേരും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. ബെൽജിയം, ഹോങ്കോങ്, ഇറ്റലി, ജർമ്മനി, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ കണ്ടെത്തിയ ഈ വകഭേദം ആഗോളതലത്തിൽ ആശങ്കയ്ക്കും യാത്രാ നിയന്ത്രണങ്ങളുടെ ഒരു തരംഗത്തിനും കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും ഒമൈക്രോണിനെ ആഗോളതലത്തിൽ പ്രചരിക്കുന്നത് തടയാൻ ഇത്തരം നിയന്ത്രണങ്ങൾ വളരെ വൈകിയേക്കാമെന്നും എപ്പിഡെമിയോളജിസ്റ്റുകൾ പറയുന്നു. അതേസമയം പുതിയ വൈറസ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങൾ വിലക്കുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക, നമീബിയ, ബോട്സ്വാന, സിംബാവ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒമാൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ UAE, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ അറബ് രാജ്യങ്ങളിലും യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം മുതൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറബ് രാജ്യങ്ങളിൽ യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനമായത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.